Hi everybody, VAC, Value Added Courses for Science. Paper name is Framing Values, Literary and Cultural Narratives for Science. So today in this paper, we are going to discuss the chapter What She Said. What She Said എന്നുള്ള ആ ഒരു സെയിം ടൈറ്റിൽ തന്നെ രണ്ട് കവിത, അതേപോലെ തന്നെ What Her Girlfriend Said, അങ്ങനെ മൊത്തം 3 കവിതകളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത്, ഈ 3 കവിതകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, തമിഴ് ലിറ്ററേച്ചർ അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് സംഗം എറ, സംഗം കാലഘട്ടം ആണ് എന്ന് പറയുന്നു. സോ സംഗം കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 3 കവിതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രാചീനമായ വളരെ കാലം മുമ്പ് സംഗം കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 3 പ്രാചീന കവികൾ എഴുതിയിട്ടുള്ള 3 കവിതകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ആരൊക്കെയാണ് എഴുതിയത്? ഒന്നാമത്തെ കവിത എഴുതിയിട്ടുള്ളത് ദേവകുലറ്റർ എന്ന് പറയുന്ന റൈറ്ററും, അതുപോലെ തന്നെ രണ്ടാമത്തെ കവിത കപിലർ എന്ന് പറയുന്ന റൈറ്ററും, മൂന്നാമത്തെ കവിത എഴുതിയിട്ടുള്ളത് ലോകനാർ എന്ന് പറയുന്ന റൈറ്ററും. അപ്പോൾ ഇവർ 3 പേരും ഈ സംഗം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്ത് സാഹിത്യ സൃഷ്ടി, തമിഴ് ലിറ്ററേച്ചറിലൊക്കെ സാഹിത്യ സൃഷ്ടികൾ നടത്തിയിരുന്ന 3 കവികളാണ്. ഇനി ഈ 3 കവിതകൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് AK രാമാനുജൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ്, ഫിലോസഫറാണ്. അദ്ദേഹമാണിത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്തൊക്കെയാണ് ഈ കവിതകളിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the first poem, What She Said by Thevakulathar. നോക്കാം. The poem expresses the depth of heroine's love for her man. അപ്പോൾ ഈ കവിതയിൽ ഞാൻ നേരത്തെ ആൾറെഡി പറഞ്ഞതുപോലെ തന്നെ 3 കവിതയിലും തീമായിട്ട് വരുന്നത് ലവ് ആണ്. The poem expresses, the first poem, it expresses the depth of the heroine's love for her man. അപ്പോൾ ഇതിലുള്ള ഹീറോയിൻ, അതല്ലെങ്കിൽ ഇതിലുള്ള ലേഡി, അപ്പോൾ അവരുടെ ഒരു പ്രണയം, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു കവിത എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Her love is described as greater than earth. അപ്പോൾ ആ ഒരു ലവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്. The love is described as greater than earth. ഭൂമിയെക്കാളും വലുതാണ്, എർത്തിനേക്കാളും വലുതാണ് ആ ഒരു പ്രണയത്തിൻ്റെ ആഴം എന്നുള്ളത് അവർ പറയുകയാണ്. ഹയർ ദാൻ ദ സ്കൈ, അതുപോലെ തന്നെ ആകാശത്തിനേക്കാട്ടിലും ഉയരെയാണ്. ആൻഡ് ഡീപ്പർ ദാൻ വാട്ടേഴ്സ്, വാട്ടറിനേക്കാട്ടിലും ആഴമുണ്ട് അതിന് എന്ന് പറയുകയാണ്. സോ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള, അനന്തമായിട്ട് കിടക്കുന്ന ഒരു പ്രണയത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ ബിലവ്ഡ് മാൻ ലിവ്സ് ഇൻ ദ മൗണ്ടെയിൻ സ്ലോപ്സ്. ഇനി ഈ പെൺകുട്ടി പ്രണയിക്കുന്ന അയാൾ ജീവിക്കുന്നത് എവിടെയാണ്? മൗണ്ടെയിൻ സ്ലോപ്സിലാണ് താമസിക്കുന്നത്. വേർ ബീസ് കളക്ട് ഹണി ഫ്രം കുറിഞ്ഞി ഫ്ലവേഴ്സ്. അവിടെ തേനീച്ചകൾ എന്ത് ചെയ്യാറുണ്ട്? ഹണി കളക്ട് ചെയ്യാറുണ്ട്. എവിടുന്ന്? കുറിഞ്ഞി പൂക്കളിൽ നിന്നും. The Kurinji landscape reflects purity, fertility and beauty, symbolizing the intensity of love. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ കുറിഞ്ഞി അല്ലെങ്കിൽ കുറിഞ്ഞി പൂവ് അല്ലെങ്കിൽ കുറിഞ്ഞി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്യൂരിറ്റിയെയും ഫെർട്ടിലിറ്റിയെയും അതുപോലെ തന്നെ ബ്യൂട്ടി, അതുപോലെ തന്നെ സിംബലൈസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലവ്, അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയുകയാണ്. ഇനി ഈ കവിതയിലെ മെയിൻ തീം എന്ന് പറയുന്നത് ബൗണ്ട്ലെസ് ലവ് ആൻഡ് അഡ്മിറേഷൻ ഫോർ ദി ലവർ. ഇനി രണ്ടാമത്തെ കവിതയിലേക്ക് പോകാം. വാട്ട് ഷീ സെഡ്, കപിലർ എഴുതിയിട്ടുള്ള മറ്റൊരു കവിത. The lover comes alone at night, risking dangerous forest paths full of snakes, tigers, elephants and thunder in the mountains. സോ ഇവിടെ ഒരു ലവർ നടന്നു വരികയാണ്. കംസ് അലോൺ അറ്റ് നൈറ്റ്, ഒറ്റയ്ക്ക് രാത്രിയിൽ നടന്നു വരികയാണ്. റിസ്കിങ് ഡേഞ്ചറസ് ഫോറസ്റ്റ്, എന്തിലൂടെ വരുന്നത്? ഭയങ്കര അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാനന പാതയിലൂടെ നടന്നു വരികയാണ്. ഫുൾ ഓഫ് സ്നേക്സ്, ആ കാട്ടിൽ മൊത്തം പാമ്പുകളുണ്ട്. ടൈഗേഴ്സ് ഉണ്ട്, വൈൽഡ് ആനിമൽസ് ഉണ്ട്, എലഫൻസ് ആൻഡ് തണ്ടർ ഇൻ ദ മൗണ്ടെയിൻസ്, മൗണ്ടെയിനിൽ നിന്നും തണ്ടറൊക്കെ കേൾക്കുന്നുണ്ട്. ദ ഹീറോയിൻ അഡ്മയേഴ്സ് ഹിസ് കൊറേജ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഗേൾ, ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു ഹീറോയിൻ, അവർ അഡ്മയർ ചെയ്യുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിന്, ഹിസ് കൊറേജ്. ബട്ട് ഈസ് ആൾസോ വറീഡ് ഫോർ ഹിസ് സേഫ്റ്റി. പക്ഷേ അതേസമയം തന്നെ ആകുലപ്പെടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ വന്നാൽ ആപത്ത് എന്തെങ്കിലും ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ. ഷീ ആസ്ക് ഹിം നോട്ട് ടു ടേക്ക് സച്ച് നാരോ ഡേഞ്ചറസ് പാത്സ് വെൻ വിസിറ്റിംഗ് ഹെർ. അപ്പോൾ തന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ലവർ വരുന്നത് ഇവരെ കാണാനാണ്, ബിലവ്ഡ് വരുന്നത് ഇയാളെ കാണാനാണ്, ലേഡിയെ കാണാനാണ് എന്നുള്ളത് മനസ്സിലായി.
ഇഫ് ഹി മസ്റ്റ് കം, ഇനി വരുന്നുണ്ടെങ്കിൽ ഷീ റിക്വസ്റ്റ് ഹിം ടു ബ്ലോ ഹിസ് ലോങ് ഹോൺ ടു സിഗ്നൽ ഹിസ് അറൈവൽ. പിന്നെ അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ അയാളുടെ വരവ് അറിയിക്കാനായിട്ട് ഒരു ഹോൺ മുഴക്കാനായിട്ട് പറയണം. ലോങ് ഹോൺ ഒരു സിഗ്നലായിട്ട് വരവ് അറിയിച്ചുകൊണ്ടൊന്ന് മുഴക്കണേ എന്ന് പറയുകയാണ്. എന്തുപോലെ ലൈക്ക് ഹണ്ടേഴ്സ് ഡു ഇൻ ദ ജംഗിൾ, കാട്ടിൽ ഹണ്ടേഴ്സൊക്കെ ചെയ്യുന്നത് പോലെ ഒരു കാഹളം, ഒരു ഹോൺ മുഴക്കണേ എന്ന് പറയുകയാണ് ഒരു സിഗ്നലായിട്ട്. ദ പോം മിക്സസ് ലവ്, കൺസേൺ ആൻഡ് ഫിയർ. അപ്പോൾ ഈ കവിതയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കവിതയിൽ ലവ്, അതുപോലെ തന്നെ കൺസേൺ, അതുപോലെ തന്നെ ഫിയർ, ഇതൊക്കെയാണ് ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഷോവിങ് ദ ടെൻഷൻ ബിറ്റ്വീൻ പാഷൻ ആൻഡ് ഡേഞ്ചർ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ലവർ വരുന്നതിൽ പിന്നെ ഈ ലേഡിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷേ അതേസമയം തന്നെ പേടിയുണ്ട് വരുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ എന്നുള്ളത്. സോ ആ ഒരു ടെൻഷൻ, ആ ഒരു ഡിലെമ്മ, സോ ഷോവിങ് ദ ടെൻഷൻ ബിറ്റ്വീൻ പാഷൻ ആൻഡ് ഡേഞ്ചർ, അതാണ് ഈ കവിതയിൽ പ്രകടമാകുന്നത്. ഇനി മൂന്നാമത്തെ കവിതയിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ഹെർ ഗേൾ ഫ്രണ്ട് സെറ്റ് ദ ലവർ വിത്തിൻ ഇയർ ഷോട്ട് ബിഹൈൻഡ് എ ഫെൻസ്. ആ ഒരു കവിതയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോഗനാർ എഴുതിയ ആ ഒരു കവിതയിലേക്ക് വരുമ്പോൾ ദ ഗേൾ ഫ്രണ്ട് ഓഫ് ദ ഹീറോയിൻ സ്പീക്സ് വൈൽ ദ ലവർ ഈസ് സീക്രട്ട്ലി ലിസണിങ്. ദ സെറ്റിംഗ് ഈസ് എ ഫിഷർമാൻസ് വില്ലേജ്. അപ്പോൾ ഈ ഒരു കവിതയിൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഫിഷർമാൻ്റെ ഒരു വില്ലേജാണ്. വിത്ത് നെറ്റ്സ്, അവരുടെ വലകളൊക്കെ ഉണ്ട്. ഫിഷ് സ്മെൽസ്, അപ്പോൾ മീനിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലോറൽ ട്രീസ്, ലോറൽ മരങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഗോസിപ്പിംഗ് പീപ്പിൾ, അതോടൊപ്പം തന്നെ ആൾക്കാരുടെ ഗോസിപ്പ്, അപവാദം പറച്ചില്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ ടൗൺ ഈസ് അൺഫെയർ. അപ്പോൾ ആ ടൗണിനെ അൺഫെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ മെയിനായിട്ടും ഈ ഗോസിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അൺഫെയർ ബിക്കോസ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഗോസിപ്പ് ദാറ്റ് ത്രെട്ടൻസ് ദെയർ ലവ്. അപ്പോൾ അവരുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ലവേഴ്സിൻ്റെ പ്രണയത്തിനെ ഗോസിപ്പ് ആയിട്ട് പറയുകയും പരത്തുകയും ഒക്കെ ചെയ്യുന്ന, അതിനെ കീറി മുറിക്കുന്ന ഒത്തിരി പേരുള്ള ഒരു ടൗൺ. ഓക്കെ, സോ ദ ഹീറോയിൻസ് മദർ ഈസ് സ്ട്രിക്റ്റ്. അവിടെ ഹീറോയിൻ്റെ മദർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആഡിങ് ടു ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദെയർ ലവ്. അപ്പോൾ അത് അവരുടെ പ്രണയത്തിന് ഒരു തടസ്സമാണ് എന്ന് പറയുകയാണ്. ദ സ്പീക്കർ ഫിയേഴ്സ് ദെയർ ലവ് വിൽ ഫെയ്ഡ് അവേ. അപ്പോൾ സ്പീക്കർ പേടിക്കുകയാണ് നമ്മുടെ പ്രണയം മാഞ്ഞു പോകുമോ എന്നുള്ളത്. ഡ്യൂ ടു റെസ്ട്രിക്ഷൻസ് ആൻഡ് വാച്ച്ഫുൾനെസ്. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു റെസ്ട്രിക്ഷൻ കാരണവും അതുപോലെ തന്നെ എല്ലാവരുടെയും നോട്ടം കാരണവും വാച്ച്ഫുൾനെസ് കാരണവും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രണയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ പ്രണയം മാഞ്ഞു പോകുമോ എന്നൊക്കെ പേടിക്കുകയാണ്. യെറ്റ് എന്നിരുന്നാലും ദ ലവ് ഈസ് കമ്പയർഡ് ടു ഫെസ്റ്റിവൽസ്, ബ്ലോസംസ് ആൻഡ് ദി സീ ഷോൾസ് ബ്യൂട്ടി ഷോവിങ് ഇറ്റ്സ് ഫ്രഷ്നെസ് ആൻഡ് വൈറ്റാലിറ്റി. പക്ഷെ അത്രയേറെ ബുദ്ധിമുട്ടിൽ പ്രയാസത്തിൽ നിന്നിട്ട് പോലും അവർ പ്രണയത്തിനെ കമ്പയർ ചെയ്യുന്നത് ഒരു ഫെസ്റ്റിവലായിട്ട് അല്ലെങ്കിൽ ബ്ലോസമായിട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടെ പ്രണയത്തിനെ ലവിനെ കമ്പയർ ചെയ്യാണ് ഫെസ്റ്റിവലായിട്ടും ബ്ലോസമായിട്ടും അതുപോലെ തന്നെ സീ ഷോൾസ് ബ്യൂട്ടി ആയിട്ടും ഒക്കെ. എന്തിനാന്ന് വെച്ചാൽ ഷോവിങ് ഇറ്റ്സ് ഫ്രഷ്നെസ് ആൻഡ് വൈറ്റാലിറ്റി, എത്രത്തോളം ഫ്രഷ്നെസ് ആണ്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലവ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുന്നത്. സോ എത്ര മോശം സിറ്റുവേഷൻ ആണെങ്കിലും എത്ര മോശം കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും വളരുന്ന നല്ല ഒരു പൂ പോലെയാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ദ സെൻട്രൽ ഐഡിയ ദ സ്ട്രഗിൾ ഓഫ് ലവ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്ട്രിക്ഷൻസ്. സോ ലവ് ആ ഒരു സമയത്ത് ഒത്തിരി സോഷ്യൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, ഗോസിപ്സുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, ആൻഡ് പാരൻ്റൽ കൺട്രോൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെതിരൊക്കെ ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ സ്ട്രഗിളായിട്ട് വന്നിട്ട് പോലും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ലവിനെയാണ് ഇതിൽ അഡ്മയർ ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ 3 കവിതകളും സംഘം കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രാചീനമായ കവികൾ എഴുതിയിട്ടുള്ള 3 കവിതകളാണ്. ഇത് തമിഴ് ലിറ്ററേച്ചറിൻ്റെ ഒരു ഒറിജിൻ എന്നൊക്കെ പറയുന്നത് ഈ കാലഘട്ടത്തിൽ വെച്ചിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത് പൊതുവേ. അതുപോലെ തന്നെ ഈ കവിതകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അകം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ 3 കവിതകളും. മാത്രമല്ല അതിൻ്റെയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് ലവ്, പ്രേമമാണ് ഒരു പൊതുവായുള്ളൊരു തീം എന്ന് പറയുന്നത്. So 3 കവിതകളും I hope you understood these poems. So anyway, by all, thank you.